മടവൂർ താങ്കളുടെ മറുപടി. മുൻപ് ഇത് കണ്ടിട്ടുള്ളത് VS-ഉം അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഒരേ വേദിയിൽ മുഖം കറുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കാഴ്ചയാണ്. ആദ്യമായിട്ടാണ് പിണറായി വിജയന് നേരെ ഒരാൾ മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നത്. ഇവിടെ ഇത് വാങ്ങിയെടുത്ത ഒന്നാണെന്ന് ഷാബുവിന്റെ ആ ഒരു ആരോപണം ഉണ്ടല്ലോ, അതിനുള്ള മറുപടി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിനെതിരെ, അതായത് പിണറായി വിജയൻ എന്ന വ്യക്തിയെ വിടും, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റിന്റെ തലവനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ ഗവർണർ, കേവലം രാഷ്ട്രപതിയുടെ ഒരു കത്തിന്റെ മുകളിൽ മാത്രം ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അദ്ദേഹത്തോട് മിണ്ടാതിരിക്കുന്നതും മുഖത്തേക്ക് നോക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ സത്യത്തിൽ ഗവർണറുടെ ആ പെരുമാറ്റം സംസ്ഥാന ഗവൺമെന്റിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു ഗവർണർക്ക് ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാതെ അദ്ദേഹത്തിനനുസരിച്ച് തുള്ളുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അദ്ദേഹത്തിനെതിരായ ബാനർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കാതെ, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം നോക്കിയാൽ കാണുന്ന സ്ഥലത്തുള്ള ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാധിക്കാതെ എല്ലാത്തിലും പരാജയപ്പെട്ട ഒരു ഗവർണറുടെ ചില ഗോഷ്ഠികളാണ് ഇന്നും കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ മനോനില തന്നെ അപകടത്തിലാണെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല. അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരു ഗവർണർക്ക് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത അധികാരം അനുസരിച്ചാണ് അപ്പൊ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയോ ഒരു ജനകീയ സർക്കാരാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടീവിന്റെ അധികാരമില്ല, പരിമിതമായ അധികാരമാണ്. അദ്ദേഹത്തിന് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് വളരെ പരിമിതമായ സമയത്തുള്ള അധികാരമാണുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നു, ഹലുവ തിന്നുന്നു, മിഠായി തെരുവിലൂടെ നടക്കുന്നു, എന്തൊക്കെയോ ഇദ്ദേഹം കാട്ടിക്കൂട്ടുകയാണ്. ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഭരണഘടനയെ കുറിച്ച് അറിയാത്ത ആളൊന്നുമല്ല. നിയമത്തിനെതിരെ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഷാബാനു കേസിൽ നിയമം ഉണ്ടാക്കിയപ്പോ സുപ്രീം കോടതി വിധിയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിക്കെതിരെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട വ്യക്തിയാണ്. അല്ല, അപ്പോൾ അദ്ദേഹം അറിവില്ലാത്തയാളാണെന്ന് നിങ്ങളും കരുതുന്നില്ലല്ലോ. അദ്ദേഹം വെറുതെ ഇങ്ങനെ പ്രവർത്തിക്കുകയുമില്ല. അല്ലല്ല, ഈ സമീപകാലത്തെ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞ സമയത്ത്, SFIക്കാർ വഴിയിൽ തടഞ്ഞ സമയത്ത് അദ്ദേഹം കാറിന് വെളിയിൽ ഇറങ്ങി പ്രതികരിച്ചു. അതാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സമീപകാലത്തെ പ്രകോപനം. അത് SFI തുടങ്ങി വെച്ചു, അത് മുഖ്യമന്ത്രി വരെ ഏറ്റെടുക്കുകയുണ്ടായി. SFIയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം ഞാനവിടെ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വെല്ലുവിളിച്ചു. അത് അദ്ദേഹം കയറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം സുഖമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നതിന് ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുകയും ചെയ്തു. വഴിനീളെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇനി കരിങ്കൊടി കാണിച്ച് എന്റെ കാറിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വെളിയിൽ ഇറങ്ങുമെന്ന്. അപ്പോൾ അവിടെ എവിടെയാണ് അദ്ദേഹം തോറ്റത് എന്ന് എനിക്ക് അറിയില്ല. പിന്നെ പ്രോട്ടോകോൾ ലംഘനമുണ്ട്. ഇതിന്റെ പേരിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന് എന്ന്. പക്ഷെ ഇവിടെ ഇവർ തമ്മിലുള്ള ഈഗോയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, വെറും ഈഗോ മാത്രം. ഇത് മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോയി ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മുമ്പ് നമ്മൾ ഇത് കണ്ടതുമാണ്. ഇതേ ഗവർണർ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ്. രാജ്ഭവനിൽ പോയി മഞ്ഞുരുക്കുന്നത് കണ്ടതാണല്ലോ. അവിടെ കശ്മീരി മിഠായിയുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ ബഹളമായിരുന്നു ആ സമയത്ത്. ഈ മഞ്ജുഷേ, ഈ ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെ അവർ വിളിക്കും, എന്തൊക്കെ പറയും, അതിനനുസരിച്ചാണ് ഒരു ഗവർണർ കളിക്കേണ്ടത്. വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ അവർ വിളിക്കുന്ന മുദ്രാവാക്യമൊക്കെ യാഥാർത്ഥ്യമാവുന്ന മുദ്രാവാക്യം. എന്തൊക്കെ ഭീഷണി മുദ്രാവാക്യം വിളിക്കും, അതൊക്കെ ഓരോ പ്രായത്തിന്റെ ആവേശത്തിൽ പലതും പറയും. പ്രായത്തിന്റെ ആവേശം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ച ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഇതെല്ലാം ജനങ്ങൾ സഹിക്കണമെന്നാണോ? അല്ല, രക്ഷാപ്രവർത്തനം ഒന്നല്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ 2 വിഷയങ്ങളിലേക്ക് വരുന്നു. എങ്കിലും ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ ജാഥ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആർക്കെതിരെയും അക്രമം ഉണ്ടായില്ല. തുടക്കത്തില് കരിങ്കൊടി കാണിക്കാൻ പോയിരുന്നു. പക്ഷെ കരിങ്കൊടിക്കാർക്കിടയിൽ നിന്ന് ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടുന്നു. അത് അപ്രതീക്ഷിതമാണ്. 2 സമരം UDF-ന് ചെയ്യാം. ഞാൻ എതിരല്ല. ഞാൻ അതിനെ ആ സമയത്ത് അത്തരം ഒരു സമരത്തിനുള്ള അവകാശം അവർക്കാണ്. ഒന്ന്, അവർ കരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കാം.
അതല്ല, മുഖ്യമന്ത്രിയെ ഞങ്ങൾ തെരുവിൽ തടയും. അത് പണ്ട് ഡിവൈഎഫ്ഐ ചെയ്തതാണ്. കരുണാകരന്റെ കാലത്ത് പല ഗവൺമെന്റുകൾക്കെതിരെയും പലരും ചെയ്യാറുണ്ട്. കേരളത്തിലെ UDF വേണമെങ്കിൽ പ്രഖ്യാപിക്കാം, അദ്ദേഹത്തിന് വാഹനം വരുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നടപടിയെടുക്കും. ഇവിടെ അതല്ല, ഒരു പ്രഖ്യാപനവുമില്ല, തടയുമെന്നും പറയുന്നില്ല. എന്തിനാണ് കരിക്കൊടി? ഇതിൽ കോൺഗ്രസ്, ഞാൻ ആ തുടക്കഭാഗം കണ്ടില്ല, കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടെങ്കിൽ പറയണം, എന്തിനാണ് കരിക്കൊടി? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മുമ്പ് വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്നത്? എന്താ നിങ്ങളുടെ അങ്ങനെയാണ് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്കും ചാടുകയുണ്ടായി. ഈ കരിങ്കൊടി സമരത്തെ നിങ്ങൾ ഒരു വശത്ത് നല്ലതെന്നും ഒരു വശത്ത് ചീത്തയെന്നും പറയരുത്. അത് ഗവർണർ തന്നെ അത് പൊളിച്ചടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ കാര്യം പറഞ്ഞു, അവർക്ക് കാലുകുത്താൻ കഴിഞ്ഞില്ല എന്ന്. ആ കാലുകുത്താൻ കഴിയാത്തത് വിദ്യാർത്ഥി സമരം കാരണമാണ്, അല്ലാതെ കോടതി ഇടപെട്ട് തടഞ്ഞതൊന്നുമല്ല. വിദ്യാർത്ഥികൾ വരാൻ അവിടെ സമരം ചെയ്തു, അവരെ തടഞ്ഞു. അതിന് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഗവർണർ അതിനകത്ത് തോറ്റു എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമാണുള്ളത്? അല്ലെങ്കിൽ ഈ ജയവും തോൽവിയും ഒന്നും അല്ല. ഈ ഈഗോ കാരണം ഇനി എത്രത്തോളം ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ വരാൻ പോകുന്നു എന്നാണ് ചോദ്യം. ഇന്ന് രാജ്ഭവനിൽ നടന്ന ഈ സംഭവങ്ങൾ, ഇതിന്റെ പേരിൽ ഗവർണർക്കെതിരെ ഇനിയും പൊതുനിരത്തുകളിൽ എന്തെല്ലാം സമരങ്ങൾ നടക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ.